ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ഐക്യ വ്ളോഗാണ്. ഹൗസ് വാമിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഐക്യ വിസിറ്റ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമ്മുടെ ഹൗസ് വാമിംഗ് ടൈമിൽ ഞാനും വന്നിരുന്നു. പക്ഷെ അന്ന് ഈ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമില്ല. എന്തായാലും ബാംഗ്ലൂർ വന്നതല്ലേ, അപ്പോൾ ഒന്ന് ഐക്യ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഫ്ലവർ പോട്ടൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഞാൻ ഓൾറെഡി നമ്മുടെ വീട്ടിലേക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചതുകൊണ്ട് ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ, ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു ക്ലോത്ത് ഹാങ് ചെയ്യുന്നത് ഞാൻ ഒന്നുകൂടെ എടുത്തിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ കയ്യിൽ ഒന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ടീ പോട്ട് പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സൈസ് വളരെ ചെറുതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു സ്റ്റോറേജ് ബോക്സ് അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ സെക്ഷൻ വൈസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓരോന്നും വേറെ വേറെ ആയിട്ട് ഇട്ട് വെക്കാം. ഐക്യയിൽ ഇതുപോലെ ഒരുപാട് സ്റ്റുഡിയോ ആയിട്ട് അവർ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ പ്രൊഡക്ട്സും എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഇതൊരു സ്റ്റീൽ മെഷ് ബാസ്ക്കറ്റാണ്. സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്ക് നൽകുന്ന ഒരു സ്റ്റോറേജ് ഓപ്ഷനാണ്. കിച്ചണിലോ പാൻട്രി റൂമിലോ നമുക്കിത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെക്കാം. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് കിഡ്സിൻ്റെ റൂം ഡെക്കറേഷൻസ് ഐറ്റംസ് ആണ്. ഇത് കുട്ടികളുടെ പ്രത്യേകം ഡിസൈൻ ചെയ്തൊരു സ്റ്റൂൾ ചെയർ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ സീറ്റ് കവറാണിത്. നേരെ താഴേക്ക് പോയിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം എടുത്തിട്ട് നമുക്ക് നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ട്രോളി എടുത്തു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് വലിയ പർച്ചേസ് ഒന്നുമില്ല, എന്നാലും ഒരു ഇതിന് ട്രോളി അങ്ങ് എടുത്തു. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നുകൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കട്ടിംഗ് ബോർഡാണ്. ഇത് ഒരുപാട് ടൈപ്പ് ഉണ്ട്. വുഡനിൽ വരുന്നത് തന്നെ. ഞാൻ പക്ഷേ വുഡൻ്റെത് ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിട്ടില്ല. എനിക്ക് സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് വേണം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും എടുത്തിട്ടില്ല. ക്ലീനിങ് ബ്രഷ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എൻ്റെ അടുത്ത് ഇതിൻ്റെ 3-4 ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇത്തവണ വന്നപ്പോൾ ഒന്നും കൂടെ എടുത്തു. ഇതൊരു ഡിഷ് വാഷ് ലിക്വിഡ് റാക്കാണ്. സിങ്കിൻ്റെ സൈഡിൽ വെച്ച കൗണ്ടർ ടോപ്പ് ക്ലീൻ ആയിട്ടും തോന്നും, ഓർഗനൈസ് ആയിട്ടും തോന്നും. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് സിങ്കിൻ്റെയും സൈഡിൽ നമുക്കിത് വെക്കാൻ പറ്റും. ഇത് ഐക്യയുടെ സിഗ്നേച്ചർ ഐറ്റമാണ് ബാംബു ബൗള്. ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ കയ്യിലൊക്കെ ഞാനിത് കണ്ടിരുന്നു. അപ്പം അപ്പോഴേ വിചാരിച്ചായിരുന്നു എപ്പോഴെങ്കിലും ഐക്യയിൽ പോവുകയാണെങ്കിൽ ഇത് എന്തായാലും വാങ്ങണമെന്ന്. അപ്പോൾ ഇതിൻ്റെ 2 സൈസും എൻ്റെ അടുത്തുണ്ട്. ഇവരുടെ ഈ കിച്ചൺ ടവൽസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ഒരുപാട് വാങ്ങിച്ചതുകൊണ്ട് ഇപ്പോൾ ഒന്നും വാങ്ങുന്നില്ല. എന്നാൽ പോലെ ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ടും എൻ്റെ കയ്യിലുള്ള ടവൽസിനൊന്നും പറ്റിയിട്ടില്ല. ഇത് നല്ലതുപോലെ തന്നെ ഉണ്ട്. ഇത് ഐക്യയുടെ തന്നെ ലൗണ്ട്രി ബാസ്ക്കറ്റാണ്. എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ഇത് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിട്ടില്ല.
ഇതൊരു സെൻറ്റഡ് പോട്ട് പൂരീസാണ്. നമുക്കിത് റൂമിൽ വെക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കാണുന്നത് അവിടുത്തെ ഐക്യയുടെ തന്നെ കഫറ്റേറിയ ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഷോപ്പിംഗ് ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ നടന്ന് കണ്ടതുകൊണ്ട് തന്നെ ടയേർഡായിപ്പോയി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു കോഫിയും സോസേജ് സാൻഡ്വിച്ചും ഓർഡർ ചെയ്തു. ഭാഗ്യം കൊണ്ട് എന്താണെന്ന് അറിയില്ല, രണ്ടും ഫ്ലോപ്പ് ആയിട്ടില്ല. ഞാൻ പുറത്ത് പോയിട്ട് എപ്പോൾ കോഫിയോ അങ്ങനത്തെയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോപ്പ് ആയിട്ടുള്ള ചരിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇത് രണ്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ കഴിച്ചു. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മെട്രോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.